ഉയരുന്നു. അഹദായ നാദ ജനലക്ഷം കൈകൾ നീട്ടുന്നേ, അതിലേറെ സൗഭാഗ്യം ഞങ്ങൾക്കും പറയാനുണ്ടേ. സ്നേഹത്തിൻ വീടുകൾ പണിതോയേ അറിവിൻ നീലാവ്, രാഹത്തിൽ നൽകിക്കൊടി വെള്ളം ഈ പൂങ്കാവ്. സ്നേഹത്തിൻ വീടുകൾ പണിതോയേ അറിവിൻ നീലാവ്, രാഹത്തിൽ നൽകിക്കൊടി വെള്ളം ഈ പൂങ്കാവ്. ചേർത്തു പിടിച്ചു അനാഥ മക്കളെ ഇന്നോളം, ചേർന്ന് വരുന്നു ഈ മജ്‌ലിസിൽ ഇന്നും എല്ലാരും. ആത്മീയരാവുകൾ അറിവിൻ നീലാവായി നിറയുന്നു, ആനന്ദമാണി മജ്‌ലിസിൻ പോരിശ ഉയരുന്നു. അഹദായ നാദ ജനലക്ഷം കൈകൾ നീട്ടുന്നേ, അതിലേറെ സൗഭാഗ്യം ഞങ്ങൾക്കും പറയാനുണ്ടേ. സുഹൃതങ്ങൾ ഏറെ ഈ മജ്‌ലിസിൽ ഞങ്ങൾ ചെയ്തല്ലോ, സുരലോക ജന്നാത്തിൽ ചേരാനായി ദുആ ചെയ്തല്ലോ. സുഹൃതങ്ങൾ ഏറെ ഈ മജ്‌ലിസിൽ ഞങ്ങൾ ചെയ്തല്ലോ, സുരലോക ജന്നാത്തിൽ ചേരാനായി ദുആ ചെയ്തല്ലോ. അല്ലാ നീ സ്വീകരിച്ചറിവിൻ നീലാവിനെ കാക്കണേ, ഇനിയും തുടരാനായി ആഫിയത്തും നീ നൽകണേ. ആത്മീയരാവുകൾ അറിവിൻ നീലാവായി നിറയുന്നു, ആനന്ദമാണി മജ്‌ലിസിൻ പോരിശ ഉയരുന്നു. അഹദായ നാദ ജനലക്ഷം കൈകൾ. അനാഥ മക്കൾക്കുള്ള അറിവിന്ദിലാവ് ട്രസ്റ്റിന് ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. എല്ലാം എണ്ണി പറയാൻ ഇപ്പോൾ സമയമില്ല. ഇൻഷാ അല്ലാഹ് ഈ മക്കളുടെ വീട് പണിപൂർണമായതിനു ശേഷം അറിവിന്ദിലാവിന്റെ പരിപാടി ഇവിടെ വെച്ച് നടക്കും. ആ സമയത്ത് നമ്മൾക്ക് അതൊക്കെ വിശദീകരിക്കണം. എന്നാലും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സ്നേഹവീട്. അനാഥ മക്കൾക്കുള്ള വീട് നിർമ്മിച്ചു കൊടുക്കുക, അതുപോലെ രോഗികളെ ആശുപത്രിയിലേക്കും വീട്ടിലേക്കും കൊണ്ടുപോകാനുള്ള കഴിഞ്ഞ കണക്ക് പരിശോധിച്ചു കൊടുക്കണം. അതവർക്ക് സന്തോഷം, കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അതിൽ സന്തോഷമുണ്ടാകും. ആ രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾ ആ സന്ദേശം ഏറ്റെടുത്ത് രാജ്യത്തിന്റെ നാനാഭാഗം അതിന്റെ 10-15 വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് നൽകിക്കഴിഞ്ഞു. നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറെ വീടുകളുടെ കൃത്യമായിട്ട് നടക്കുന്നു. ഇനി അടുത്ത ദിവസങ്ങളിലായി നടക്കും. പാലക്കാട് ജില്ലയിൽ, തൃശ്ശൂർ ജില്ലയിൽ, വയനാട് ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിലും എല്ലാ ജില്ലകളിലും നമ്മുടെ
നമ്മുടെ വീടുകൾ നിർമ്മാണ പ്രവർത്തനം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ പ്രവർത്തനം നടക്കുക അർഹമർവാഹിമായ മക്കൾ അത് കൃത്യമായി വളരെ സൂക്ഷ്മതയോട് പഠനം നടത്തി അത് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പദ്ധതികളൊക്കെ നടന്നില്ല. 300ഓളം വെള്ളം നൽകാനുള്ള ഒരു വലിയ ഒരു മെഗാ പ്രോജക്റ്റ് ഇപ്പോൾ അതിന്റെ ഉദ്ഘാടനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഹോസ്പിറ്റലുകൾക്ക് നൽകുകയാണ്. അതുപോലെ തന്നെ കല്യാണത്തിനും ഭക്ഷണത്തിന്റെ ഭാഗമായി അത് നൽകിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ആംബുലൻസ് സർവീസ്, ഇങ്ങനെ വിവിധ പദ്ധതികൾ നമ്മൾ അറിയാതെ തന്നെ ഓരോ ദിവസത്തെ ലൈവിലും ഒരു സന്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളത് എടുത്തെടുത്ത് നമുക്കറിയാം, പാവപ്പെട്ട ഔഷധങ്ങൾ നഷ്ടപ്പെടുന്നു. ഒരുപാട് കുടുംബങ്ങൾ സഹായമാണ്. അവർക്കൊന്ന് തലതാഴ്ചാൻ ഒരിടം നൽകുക എന്ന മഹത്തായ ഒരു പുണ്യഗർഭമാണ് അറിവിൻ നിലാവ് എന്ന അതിന് നേതൃത്വം നൽകുന്ന സഫ്വാൻ സഖാഫി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പദ്ധതി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ മുന്നിൽപ്പെട്ടവനല്ല. ആ ഒരു ഹദീസ് ഒരു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ പാർപ്പിടത്തിന്റെ വിഷയത്തിൽ അതുപോലെ തന്നെ ചികിത്സയുടെ വിഷയത്തിലും എല്ലാം അത് ബാധകമാണ് എന്ന് അതിന്റെ വിശദീകരണത്തിൽ ഓണാക്ക്. പദ്ധതിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് സ്വലാത്തോടുകൂടെ സല്ലല്ലാഹു അലൈഹി